ഹായ്, മായ ഫ്ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വന്ദേ ഭാരത് കേരളത്തിൽ ലോഞ്ച് ചെയ്ത സമയം മുതൽ ആഗ്രഹിക്കുന്നതാണ് യാത്ര ചെയ്യണം എന്നെല്ലാം. ഇപ്പോഴാണ് കേട്ടോ എനിക്ക് സാധിച്ചത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ വന്ദേ ഭാരതിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യണേ. ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച നിമിഷം എത്തി കേട്ടോ. ഞങ്ങൾ സ്റ്റേഷനിലെത്തിയപ്പോൾ തന്നെ വന്ദേ ഭാരത് വന്ന് കിടപ്പുണ്ടായിരുന്നു. 4:05 ട്രെയിന്. ഞങ്ങളെത്തിയപ്പോൾ 3:55. എന്നിരുന്നാലും ആളുകളെല്ലാം ഓൺ ടൈമായിരുന്നു. കാരണം വന്ദേ ഭാരതിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർത്താൻ പറ്റില്ല. മറ്റു ട്രെയിനിലാണെങ്കിൽ അവസാന നിമിഷമായാലും ചാടി കയറാൻ പറ്റുമല്ലോ. പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഇത്ര പ്രൗഢിയായിട്ട് തോന്നുമ്പോൾ അകത്തുള്ള യാത്ര എങ്ങനെയായിരിക്കും അല്ലേ? ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. ഞങ്ങൾ പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് നമുക്ക് ചെയർകാറാണ് കിട്ടിയത് ടിക്കറ്റ്. ട്രെയിനിൻ്റെ അകത്ത് കയറിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറിയത് പോലെയാണ് കേട്ടോ. വാവ്, ഇന്ത്യൻ റെയിൽവേയിൽ വന്ന ഈ ഒരു അപ്ഗ്രഡേഷൻ തികച്ചും അപ്രീഷിയേറ്റബിൾ ആണ് കേട്ടോ. ഇവിടെ ചെയർ കാറിൽ സീറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് 3:2 അതായത് ഒരു സൈഡ് 2 ആണെങ്കിൽ മറ്റേ സൈഡ് 3 ആണ് സീറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എക്സിക്യൂട്ടീവിലാണെങ്കിൽ 2:2, രണ്ട് സൈഡിലും 2 ചെയേഴ്സ് വീതമാണ്. എല്ലാ ചെയേഴ്സ് റിക്ലൈനർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബെഡിൽ കിടക്കുന്ന അതേ ഫീല് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ആര്യനേന്ദ്രനും അവരുടെ ഡ്യൂട്ടി തുടങ്ങി കേട്ടോ. ഞങ്ങൾ 2 സീറ്റാണ് ബുക്ക് ചെയ്തിരുന്നത്. തൊട്ടടുത്തുള്ള ആൾ എത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ആര്യനേന്ദ്രൻ അവിടെ ഇരുന്ന് കളിക്കുകയാണ്. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് നിമിഷങ്ങളുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സമയം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ സമയം ചിലവഴിച്ചിട്ടോ. നമുക്കിവിടെ വൈഫൈ അവൈലബിൾ ആണ്, പക്ഷേ വന്ദേ ഭാരത് സൈറ്റിലെ വീഡിയോസും സോങ്സും നമുക്ക് കാണാൻ സാധിക്കൂ. അങ്ങനെ കാത്തിരുന്ന നിമിഷം വന്നു. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു, പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി. അത് ഇതിൽ യാത്ര ചെയ്തിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. വല്ലാത്തൊരു ഫീലാണ്. എനിക്ക് ശരിക്കും അഭിമാനം തോന്നി ഇന്ത്യൻ റെയിൽവേയിൽ വന്ന ഒരു ചേഞ്ച്. സത്യം ഇതൊക്കെ നേരത്തെ വരേണ്ടതായിരുന്നു, എനിക്ക് തോന്നിപ്പോയി. ഫ്ലൈറ്റിലെല്ലാം യാത്ര ചെയ്യുമ്പോൾ കാണുന്ന തരത്തിലുള്ള ട്രേ ടേബിളാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് ചെയർ കാറിൽ. അവിടെയാണ് ആര്യനേന്ദ്രൻ ഇപ്പോൾ ഇരുന്ന് കളിക്കുന്നത്. എന്ത് സ്മൂത്തായിട്ടാണ് കേട്ടോ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ട്രെയിനിലെ പോലെയുള്ള ഘടഘട ശബ്ദമൊന്നും വന്ദേ ഭാരതിലില്ല. ഒപ്പം നല്ല സ്പീഡും ഉണ്ട് കേട്ടോ. ലഗേജ് കൂടിയാൽ നമുക്കെപ്പോഴും ടെൻഷനായിരിക്കും എവിടെ വെക്കണം എന്നെല്ലാം. വന്ദേ ഭാരതിൽ ആ ടെൻഷനൊന്നും വേണ്ട. ആ 2 സൈഡിലും കാണുന്നതാണ് ലഗേജിൻ്റെ സ്റ്റോറേജ് സ്പേസ്. ഓരോ കമ്പാർട്ട്മെൻറ്റിൻ്റെ 2 അറ്റങ്ങളിലായിട്ട് ഇതുപോലെ ഡിസ്പ്ലേ സ്ക്രീൻ വച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേഷൻ, ട്രെയിൻ ഇപ്പോഴത്തെ സ്പീഡ് തുടങ്ങിയ വിവരങ്ങളെല്ലാം ലഭിക്കുന്നതാണ്. ആ കാണുന്ന LED സ്ക്രോളിംഗ് ലൈറ്റിലും കുറേ ഇൻഫർമേഷൻസ് ഇങ്ങനെ എഴുതി കാണിക്കുന്നതാണ് കേട്ടോ. ഈ ഡോർസ് എല്ലാം ഓട്ടോമാറ്റിക്കാണ്. ചില സിറ്റുവേഷനിൽ നമുക്ക് ഡോർസ് ഓപ്പൺ ആയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ പ്രസ് ചെയ്താൽ അത് ഓപ്പൺ ആവുന്നതാണ്. ഇവിടെയാണ് നമ്മൾ ഫുഡ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുഡെല്ലാം കൊണ്ടുവന്ന് സോർട്ട് ചെയ്ത് ഓരോ സീറ്റിലേക്കും സെർവ് ചെയ്യുന്നത്. ഇതെല്ലാം വന്ദേ ഭാരതിൻ്റെ സ്റ്റാഫാണ്. ഈ ട്രെയിനിൻ്റെ പല ഭാഗങ്ങളിലും ക്യാമറ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മാംഗ്ലൂർ സെൻറ്ററിലേക്ക് പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഓരോ ടൈമിലുള്ള ഫുഡ് ഓരോ സ്റ്റേഷനിൽ നിന്നാണ് അവർ എടുക്കുന്നത്. ഇത് കാണുമ്പോൾ ഫ്ലൈറ്റ് ഓർമ്മ വരുന്നില്ലേ നിങ്ങൾക്ക്? ശരിക്കും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന അതേ ഫീലാണ് കേട്ടോ കിട്ടുന്നത്. ചെയർകാർ കുറച്ച് കൺജസ്റ്റഡ് ആണ്. അത് രണ്ടിലുള്ള വ്യത്യാസം അറിയണമെങ്കിൽ നമ്മൾ ചെയർകാറിലും എക്സിക്യൂട്ടീവ് ചെയറിലും നമ്മൾ യാത്ര ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. മറ്റുള്ള ട്രെയിനിൽ ഒരാൾ ചാർജ് ചെയ്യാനിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ മാറ്റിയ ശേഷമേ നമുക്ക് വയ്ക്കാൻ പറ്റും. ഇവിടെ അങ്ങനെയല്ല, ഓരോ ചെയർസിനും ഓരോ മൊബൈൽ ചാർജിങ് പോയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്തിരുന്നുള്ള ഒരു ടെൻഷനൊന്നും വേണ്ട. ഹാപ്പി ആയിട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കും. എമർജൻസി സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഹാർമർ അവിടെ നിന്ന് ഊരെടുത്തുകൊണ്ട് ആ വിൻഡോസ് നമുക്ക് തല്ലി പൊട്ടിച്ചുകൊണ്ട് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ വെച്ചിരിക്കുന്നത്. ആ സമയം നമുക്കത് ഊരെടുക്കാവുന്നതാണ്. സാധാരണ ട്രെയിനിൽ എമർജൻസി സിറ്റുവേഷൻ വരാണെങ്കിൽ നമ്മളത് വലിച്ചിട്ടാണ് സ്റ്റോപ്പ് ചെയ്യാറ്. ഇവിടെ നമുക്ക് അങ്ങനെയല്ല, പുഷ് ടു ടോക്ക്. നമുക്ക് ഇവിടുത്തെ ക്രൂ ആയിട്ട് സംസാരിച്ചിട്ട് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റും. ചെയർകാറിൻ്റെ ഫുഡ് റെസ്റ്റാണ് കാണുന്നത്. നമുക്ക് ഇത്രയും സ്പേസ് ഉള്ളൂ, കുറച്ച് കൺജസ്റ്റഡ് ആണ്. ഈ കാണുന്ന റീഡിംഗ് ലാമ്പ് നമുക്ക് സിംഗിൾ ടച്ചിൽ തന്നെ ഓണോ ഓഫും ചെയ്യാൻ പറ്റും. ഓരോ ചെയർസിനും ഉണ്ട്. ആര്യനേന്ദ്രനും സീറ്റിൻ്റെ താഴെ ഇടയിലിരുന്നിട്ടാണ് കേട്ടോ കളിക്കുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ.
ഇൻ കേസ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് പറഞ്ഞാൽ മതി, അവർ സെർവ് ചെയ്ത് തരുന്നതാണ്. ഇവരുടെ ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യത്തിലും ഒന്നും പറയാനില്ല കേട്ടോ, സൂപ്പറാണേ. ഞങ്ങൾക്കുള്ള സ്നാക്സ് എത്തി. സ്നാക്സിൽ വടയുണ്ടായിരുന്നു, മിക്സ്ചർ ഉണ്ടായിരുന്നു, ക്രീം ബൺ ഉണ്ടായിരുന്നു, ബിസ്ക്കറ്റ്സ് ഉണ്ടായിരുന്നു, വേറെന്തോ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ മസാല ടീ ടൈം ആയപ്പോഴേക്കും രണ്ടാളുകളുടെ തല പൊങ്ങി വന്നിരിക്കണം കണ്ടോ. താഴെ സീറ്റിൻ്റെ താഴെ ഇരുന്നാണ് ഇവരുടെ കളികളെല്ലാം. അപ്പോൾ ടീ ടൈം ആയപ്പോഴേക്കും തല പൊക്കി നോക്കുകയാണ്. അപ്പോൾ അവർക്ക് ക്രീം ബണ്ണും ബിസ്ക്കറ്റ്സും മിക്സ്ചറൊക്കെ അവർ കഴിക്കേണ്ടിയിരുന്നിട്ട് സൂപ്പറായിരുന്നു. ഫുഡിൻ്റെ കാര്യത്തിലും നല്ല ഫുഡായിരുന്നു. വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിൽ ലോഞ്ച് ചെയ്ത സമയത്ത് ഒത്തിരി നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു, ഇപ്പോഴും വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ സൂപ്പറാണ് കേട്ടോ. അത് ഫുഡിൻ്റെ കാര്യത്തിലായാലും ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യത്തിലായാലും ടൈമിൻ്റെ കാര്യത്തിലും ഒന്നും പറയാനില്ല. ഈ ഒരു അപ്ഗ്രഡേഷൻ മറ്റുള്ള ട്രെയിനിലും വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ സമയക്കൂടുതൽ കാരണം പല യാത്രകളും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ആവശ്യമില്ല. വളരെ കുറഞ്ഞ സമയത്തിൽ നമുക്ക് ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോയി വരാൻ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇനിയും ഇതുപോലെ ട്രെയിൻ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആര്യൻ ഇന്ദ്രന് ചായയൊക്കെ കുടി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഉഷാറായി. പിന്നെ കളി മുകളിലായിട്ടോ. അവരെ സംബന്ധിച്ച് വന്ദേ ഭാരത് എന്ത്, പഴയ ട്രെയിൻ എന്ത്, എല്ലാം പുതുമയുള്ളതാണ്. നമ്മൾക്കാണ് എപ്പോഴും ചേഞ്ചസ് ആവശ്യമുള്ളത്. പുറത്ത് ചെറുതായി മഴ ചാറുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ ആ മഴയൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വേറെ എവിടെയും പോകാനില്ലെങ്കിൽ കൂടി വന്ദേ ഭാരതിൽ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റേഷനിൽ നിന്നും തൊട്ടടുത്ത സ്റ്റേഷനിലേക്ക് ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് യാത്ര ചെയ്യുക. മനോഹരമായൊരു യാത്രാ അനുഭവമായിരിക്കും വന്ദേ ഭാരത് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ഇതാണ് ഇന്ത്യൻ ടോയ്ലറ്റ്. കയറി ചെല്ലുമ്പോൾ വാഷ്റൂമാണ്. പഴയ ട്രെയിൻ പോലെ തന്നെ കൺജസ്റ്റഡ് ആണെങ്കിലും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, ഒപ്പം നല്ല വൃത്തിയുണ്ട് കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഇതാണ് വെസ്റ്റേൺ. കയറുമ്പോൾ വാഷ്റൂം ഇന്ത്യൻ ടോയ്ലറ്റ് പോലെ തന്നെയാണ്. ക്ലോസറ്റിൽ ചേഞ്ചസ് ഉണ്ട്. പിന്നെ ഇവിടെ ടിഷ്യൂ പേപ്പറും അവൈലബിൾ ആണ്. വൃത്തിയുടെ കാര്യത്തിൽ 2 ടോയ്ലറ്റും ഒന്നും പറയാനില്ല. ഒരാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാഫിനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100% നമുക്ക് യൂസ് ചെയ്യാം. 2 മണിക്കൂർ 37 മിനിറ്റ് ആയിരുന്നു ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം ജംഗ്ഷനിലെത്താനായിട്ട്. 6:42 ഷാർപ്പ് ടൈമായിരുന്നു. ഞങ്ങൾ എറണാകുളം ജംഗ്ഷനിലെത്തി. ഞങ്ങളവിടെ ഇറങ്ങിയ ശേഷം വന്ദേ ഭാരത് പോവാൻ കാത്തിരുന്നു. അത്ര രസമാണ് വന്ദേ ഭാരതിനെ നോക്കി നിൽക്കാനായിട്ട്. അതിൻ്റെ ആ ഒരു പ്രൗഢിയെല്ലാം വളരെ മനോഹരമായൊരു യാത്രയാണ് ഞങ്ങൾക്ക് വന്ദേ ഭാരത് സമ്മാനിച്ചത്. ഇനിയും ഇതുപോലുള്ള അപ്ഗ്രഡേഷൻസ് കൂടുതലായിട്ട് നമ്മുടെ രാജ്യത്ത് വരണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിലൂടെ ജനങ്ങളുടെ യാത്രാക്ലേശങ്ങളും സമയമെല്ലാം ലാഭിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് ഒത്തിരി നന്ദി. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ട്യൂൺ.